ഹലോ എവരി വൺ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്ക് CSSൽ കളേഴ്സ് ആഡ് ചെയ്യുക, അതുപോലെ ബാക്ക്ഗ്രൗണ്ട് കളർ എങ്ങനെ ആഡ് ചെയ്യുക, അങ്ങനെ കുറച്ച് പ്രോപ്പർട്ടീസിനെ കുറിച്ചാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. CSS colors. Colors are specified using predefined color names or RGB, hex, HSL, RGBA, HSLA values. അതായത് നമുക്ക് കളറിന് കളർ നെയിം കൊടുക്കാം. അതായത് നമ്മളിപ്പം പൊതുവെ കൊടുക്കുന്ന റെഡ് അല്ലെങ്കിൽ ബ്ലൂ, അങ്ങനെ നമുക്ക് പേര് കൊടുക്കാം. അല്ലെങ്കിൽ RGB വാല്യൂ, റെഡ് ഗ്രീൻ ബ്ലൂ, ആ ഒരു വാല്യൂ കൊടുക്കാൻ പറ്റും. ഏത് ഫോർമാറ്റിൽ വേണമെങ്കിലും. ചിലതൊക്കെ കാണാം നമുക്ക് ഹാഷ് ഇട്ടിട്ട് 001 അങ്ങനെ ഓരോ നെയിമുകൾ ഉണ്ടായിരിക്കും ഓരോ കളറിനും. അപ്പൊ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് കളറിന്റെ നെയിമുകളൊക്കെ ഒന്ന്. ടൊമാറ്റോ, ഓറഞ്ച്, കണ്ടില്ലേ? ഇതൊക്കെ ഒരു കളേഴ്സിന്റെ നെയിമുകളാണ്. അപ്പൊ എങ്ങനെയാണ് അത് അപ്ലൈ ചെയ്യാന്നുള്ളതാണ് നോക്കുന്നത്. നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള പ്രോപ്പർട്ടി ഏതാന്ന് മാത്രം നോക്കി വെച്ചാൽ മതി. ഓക്കെ. പിന്നെ നിങ്ങളുടെ ഇഷ്ടം പോലെ ഇതിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്റേണൽ ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഇൻലൈൻ ആയിട്ട് കൊടുക്കാം. അതൊക്കെ നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, CSS അപ്ലൈ ചെയ്യേണ്ട രീതികളൊക്കെ. അപ്പൊ ഇവിടെ ഫസ്റ്റ് ഇതിൽ ബാക്ക്ഗ്രൗണ്ട് കളറിനെ കുറിച്ചാണ് ഈ ഒരു എക്സാമ്പിൾ പറയുന്നത്. ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്യുന്നത്. അത് എന്താണ്? സ്റ്റൈൽ. ഇതിപ്പോൾ ഇൻലൈൻ ആയിട്ട് കൊടുത്തോണ്ടാണ് ഇങ്ങനെ. അപ്പം പ്രോപ്പർട്ടി മാത്രം കൊടുത്ത് വെക്കുക. ബാക്ക്ഗ്രൗണ്ട് കളർ കോളൻ, നമുക്ക് എന്ത് കളറാണ് വേണ്ടത് അത് കൊടുക്കുക. ഡബിൾ കോട്ട്, സെമി കോളൻ കൊടുത്തിട്ട് ഡബിൾ കോട്ട് ക്ലോസ് ചെയ്യാം. ഇങ്ങനെയാണ് ഈ ഒരു പ്രോപ്പർട്ടിയാണ് എന്തിന് ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. കണ്ടില്ലേ? അപ്പൊ ബാക്ക്ഗ്രൗണ്ട് കളർ ഇങ്ങനെയാണ് വരിക കേട്ടോ. അവിടെ ആ നേരത്തെ എക്സാമിന്റെ ഔട്ട്പുട്ട് ആണിത്. അപ്പൊ ബാക്ക്ഗ്രൗണ്ട് കളർ എങ്ങനെ കൊടുക്കാം നമ്മൾ പഠിച്ചു. അതുപോലെ നമുക്ക് ടെക്സ്റ്റിന് കളേഴ്സ് കൊടുക്കാൻ പറ്റും. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ടെക്സ്റ്റിന്റെ ബാക്കിൽ ഇതിന്റെ ബാക്കിലായിട്ട് വരുന്ന കളർ. ടെക്സ്റ്റ് ആകുമ്പോൾ ഓരോ ലെറ്റേഴ്സിന് വരുന്ന ഓരോ ലൈൻസിനും ഈ ഒരു ലെറ്റേഴ്സിന് വരുന്ന കളേഴ്സ് ടെക്സ്റ്റിന് വരുന്ന കളേഴ്സ് ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന പ്രോപ്പർട്ടിയാണ് എന്ത്? കളർ എന്ന് പറയുന്നത്. അപ്പോൾ കളറ് സ്പെല്ലിംഗ് ശ്രദ്ധിക്കണം, യു ഇല്ല, COLOR തന്നെയാണ്. കളർ ടൊമാറ്റോ എന്ന് കൊടുത്തു. പിന്നെ ബാക്കിയൊക്കെ അറിയില്ലേ? ഡബിൾ കോട്സിനുള്ളിലാണ് കൊടുക്കേണ്ടതെന്നൊക്കെ അറിയില്ലേ? അപ്പൊ ഇങ്ങനെയാണ് കളർ, ടെക്സ്റ്റിന് കളർ കൊടുക്കുക. അപ്പൊ ഇവിടെ ഈ ഒരു ഇതിൽ ഇൻലൈൻ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ പിന്റെ ഉള്ളിൽ സ്റ്റൈൽ ഈക്വൽ ടു കളറ് ഡബിൾ കോട്ടിനുള്ളിൽ ഡോട്ട് ബ്ലൂ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ എന്താണ്? ഇത്രയും ഈ ഒരു പാരഗ്രാഫിന് എന്ത്? ഈ ഒരു കളറാണ് വരിക. ഔട്ട്പുട്ടിൽ ഈ ഒരു കളറാണ് വരിക. അതുപോലെ ഈ ഹലോ വേൾഡിന് എന്താ വരിക? ടൊമാറ്റോ കളറാണ് വരിക. അപ്പൊ ഇങ്ങനെയാണ് കളർ കൊടുക്കല്. അതുപോലെ CSS ബോർഡർ കളർ, നമുക്ക് ബോർഡറിന്റെ കളർ കൊടുക്കാൻ പറ്റും. ബോർഡർ എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം. അപ്പൊ ഈ ഒരു ബോർഡറിന്റെ ഇത് റെഡ് ആണ് കളർ. അതേപോലെ നമുക്ക് ബോർഡറിന്റെ കളർ മാറ്റി കൊടുക്കാൻ പറ്റും. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് എന്ത്? ബോർഡർ എന്ന് പറയുന്നത്. അപ്പൊ ബോർഡർ ഈക്വൽ ടു നമുക്ക് എന്തെങ്കിലും സൈസ് കൊടുക്കാം ആ തിക്നെസ്സിന് വേണ്ടിയിട്ട്. പിന്നെ സോളിഡ് എന്ത് കളറാണ് വേണ്ടത് വെച്ചാൽ അത് കൊടുത്താൽ മതി. അപ്പൊ ഇവിടെ കണ്ടോ, ഫസ്റ്റ് H1 മാത്രം നോക്കാം. H1 സ്റ്റൈൽ ഈക്വൽ ടു നമ്മൾ ഈ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഹലോ വേൾഡ് എന്ന് പറയുന്ന ഈ ടെക്സ്റ്റിന്റെ ചുറ്റും ഒരു എന്താ സോളിഡ് ആയിട്ടുള്ള ഒരു എന്ത് വരും? ഒരു ബോർഡർ വരും. അതിന്റെ കളർ എന്തായിരിക്കും? ടൊമാറ്റോ ആയിരിക്കും. പിന്നെ കളർ വാല്യൂസ് ഉണ്ട്. ഇൻ CSS കളേഴ്സ് ക്യാൻ ഓൾസോ ബി സ്പെസിഫൈഡ് യൂസിങ് RGB വാല്യൂസ്, ഹെക്സ് വാല്യൂസ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ നമുക്ക് RGB വാല്യൂസ് ഒക്കെ കൊടുക്കാൻ പറ്റും. അതിനൊക്കെ എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഈ ടൊമാറ്റോ എന്ന് പറയുന്ന കളറിന്റെ RGB വാല്യൂ ഉണ്ട് ഇവിടെ, ഹെക്സ് വാല്യൂ, HSL വാല്യൂ ഒക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഈ രീതിയിലൊക്കെ നമുക്ക് കളർ കൊടുക്കാൻ പറ്റും. ഇതിന്റെ ഈ RGB ആകുമ്പോൾ RGB ഓഫ് പിന്നെ എന്താ ബ്രാക്കറ്റിൽ ഒരു നെയിം ഉണ്ടായിരിക്കും. അപ്പോൾ ഓരോ കളറിനും ഇങ്ങനെ ഓരോ ഹെക്സ് വാല്യൂ RGB വാല്യൂ ഒക്കെ ഉണ്ടായിരിക്കും. HSL വാല്യൂ ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ഇതൊക്കെ മീൻ ചെയ്യുന്നത് ഈ ഒരു ടൊമാറ്റോ എന്ന് പറയുന്ന റെഡിനാണ്. നമുക്ക് വേണമെങ്കിൽ ഈ പേര് മാത്രം കൊടുത്താലും മതി. ഇത് എന്താണ്? ടൊമാറ്റോ എന്ന് പറയുന്ന കളർ തന്നെയാണ്. പക്ഷെ ഇവിടെ എന്ത് കൊടുത്തിട്ടുണ്ട്? 50% ട്രാൻസ്പെറന്റ്. ട്രാൻസ്പെറന്റ് എന്ന് പറയുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ മങ്ങിക്കാണ്ട് നമ്മൾ ഒരു വൈറ്റിനോട് അടുത്ത് ഇങ്ങനെ നിൽക്കൂലേ, അതാണ് എന്ത്? ട്രാൻസ്പെറന്റ്. അത് നമുക്ക് ഇഷ്ടമുള്ള പോലെ കൊടുത്താൽ മതി. എല്ലാതും കൂടിയുള്ള ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇവിടെ ടൊമാറ്റോ എന്ന് പറയുന്ന കളറാണ് നമുക്ക് അപ്ലൈ ചെയ്യുന്നത്. അതിന്റെ RGB വാല്യൂ, HSL വാല്യൂ അതൊക്കെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പൊ RGB ഇങ്ങനെയാണ് കൊടുക്കാന്ന് ഓർത്ത് വെക്കുക. അതുപോലെ ഇത് കണ്ടോ, ഹെക്സ് വാല്യൂ ആണിത്. അതുപോലെ ഇതൊക്കെ എന്താണ്? HSL വാല്യൂ ആണ്. അപ്പൊ ഇങ്ങനെയാണ് ഓരോന്നും കൊടുക്കാന്ന് ഓർത്ത് വെക്കാം. ഇത് കണ്ടു. പിന്നെ 50% ട്രാൻസ്പാരന്റ്. അപ്പൊ എന്താണ് കൊടുക്കേണ്ടത്? 50% ആകുമ്പോൾ 0.5 എന്നാണ് കൊടുക്കേണ്ടത്. ഇവിടെ കണ്ടോ, അതിന്റെ HSLന്റെ ട്രാൻസ്പെറന്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് 0.5. അപ്പൊ 50% ട്രാൻസ്പെറന്റിനാണ് അത് കൊടുക്കേണ്ടത്. ഇനി CSS ബാക്ക്ഗ്രൗണ്ട് പ്രോപ്പർട്ടീസ് പരിചയപ്പെടാം.
CSS properties, background properties are used to add background effects for elements. എലമെന്റ്സിന് ബാക്ക്ഗ്രൗണ്ട് എഫക്ട്സ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് പ്രോപ്പർട്ടീസ് യൂസ് ചെയ്യുന്നത്. ഏതൊക്കെയുണ്ട്? കളർ, ബാക്ക്ഗ്രൗണ്ട് കളർ എന്താണെന്ന് പഠിച്ചു അല്ലേ നമ്മൾ. അടുത്തത് ബാക്ക്ഗ്രൗണ്ട് ഇമേജ്, റിപ്പീറ്റ്, അറ്റാച്ച്മെന്റ്, പൊസിഷൻ, ബാക്ക്ഗ്രൗണ്ട് മാത്രം ഷോർട്ട് ഹാൻഡ് പ്രോപ്പർട്ടി കൂടിയുണ്ട്. അപ്പോൾ ഇത്രയാണ് ബാക്ക്ഗ്രൗണ്ട് പ്രോപ്പർട്ടീസ് വരുന്നത്. അതിൽ ഇപ്പോൾ ഇത് CSS ബാക്ക്ഗ്രൗണ്ട് കളറിന്റെ ഒരു എക്സാമ്പിൾ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു എന്തായിരിക്കും ഇതിൽ. അത് ഇന്റേണൽ ആയിട്ടാണ് ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്തിട്ടുള്ളത്. നേരത്തെ നമ്മൾ കൊടുത്തിട്ടുള്ളത് എന്തായിരുന്നു? ഇൻലൈൻ ആയിട്ടായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് പറയുന്ന പ്രോപ്പർട്ടി ലൈറ്റ് ബ്ലൂ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഏതിനാണ് ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കും? ബോഡിക്ക് കൊടുക്കും, മൊത്തത്തിൽ വരണ്ടേ. അപ്പൊ ഇവിടെ ബോഡിയിൽ ഹലോ അതാണ് ബോഡി. അപ്പൊ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് എന്ത് വരും? ഈ ഒരു ലൈറ്റ് ബ്ലൂ വരും. അപ്പൊ ഇങ്ങനെയാണ് കൊടുക്കുക. ഈ ഒരു പ്രോപ്പർട്ടി മാത്രം ഓർത്ത് വെക്കുക. എങ്ങനെയാണ് പ്രോപ്പർട്ടി അതിന്റെ വാല്യൂ കൊടുക്കുന്നത് എന്ന് ഓർത്ത് വെക്കുക. അടുത്തത് എങ്ങനെയാണ് ബാക്ക്ഗ്രൗണ്ട് ഇമേജും സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് നോക്കുന്നത്. ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ബാക്ക്ഗ്രൗണ്ട് ഐഫൺ ഇമേജ് എന്ന് പറയുന്ന പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്യുന്നത്. കോളൻ ഇട്ടിട്ട് URL ഓഫ് നമുക്ക് എന്ത് ഇമേജ് ആണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ വരേണ്ടത് അതാണ് ഇവിടെ കൊടുക്കേണ്ടത്. ആ ഇമേജിന്റെ പേരാണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പൊ എങ്ങനെയാണ് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് കൊണ്ടുവരിക? ബാക്ക്ഗ്രൗണ്ട് ഐഫൺ ഇമേജ് കോളനാണ്, ഈക്വൽ ടു അല്ല, കോളനാണ് URL ഓഫ് നമ്മുടെ ഇമേജിന്റെ പേരെന്താണ് അതേ ഡോട്ട് ഏതാണ് ഫോർമാറ്റ് കൊടുക്കുക, എന്നിട്ട് ഡബിൾ കോട്ട് ക്ലോസ് ചെയ്യാം, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. അപ്പൊ ഇങ്ങനെയാണ് ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് കൊണ്ടുവരുന്നത്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് റിപ്പീറ്റ് പറഞ്ഞിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ഉണ്ട്, ബാക്ക്ഗ്രൗണ്ട് റിപ്പീറ്റ്. അപ്പൊ ഇതെന്തിനാണ്? ദിസ് പ്രോപ്പർട്ടി റിപ്പീറ്റ്സ് ആൻ ഇമേജ് ബോത്ത് ഹൊറിസോണ്ടലി ആൻഡ് വെർട്ടിക്കലി. ഹൊറിസോണ്ടലി നമുക്ക് ഇങ്ങനെ ആ ഒരു ഇമേജിനെ റിപ്പീറ്റ് ചെയ്ത് വരിക, അല്ലെങ്കിൽ വെർട്ടിക്കലി റിപ്പീറ്റ് ചെയ്ത് വരിക. അതിനാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് റിപ്പീറ്റ് എന്ന് പറയുന്നത്, ഈ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നത്. നമുക്ക് ഹൊറിസോണ്ടലി ആണ്, അതായത് ഇപ്പോൾ ഇതൊരു പിക്ചറാണ്, ഈ പിക്ചറാണ് ബാക്ക്ഗ്രൗണ്ടിൽ എന്നുണ്ടെങ്കിൽ അത് ഹൊറിസോണ്ടലി ഇങ്ങനെ റിപ്പീറ്റ് ആയിരിക്കും വരിക. അത് എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ട് റിപ്പീറ്റ് -X. ഹൊറിസോണ്ടലി റിപ്പീറ്റ് ചെയ്യാൻ എന്താ കൊടുക്കേണ്ടത്? റിപ്പീറ്റ് -X കൊടുക്കണം. അപ്പോൾ ഒരു ഇമേജ് ആദ്യം കൊണ്ടുവരണം, അതാണ് നമുക്ക് എന്താക്കേണ്ടത്? റിപ്പീറ്റ് ചെയ്യേണ്ടത് അല്ലേ. അപ്പൊ അതിന് താഴെ ബാക്ക്ഗ്രൗണ്ട് റിപ്പീറ്റ് X എന്ന് കൊടുക്കുക. അപ്പം ഹൊറിസോണ്ടലി എന്താ റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ്. നമുക്ക് വെർട്ടിക്കലി ആണ് റിപ്പീറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ എന്താ കൊടുക്കേണ്ടത്? ബാക്ക്ഗ്രൗണ്ട് റിപ്പീറ്റ് Y ആണ്. ഹൊറിസോണ്ടലി അറിയുമ്പോൾ ഇതൊരു ഇമേജ് ആണെങ്കിൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ റിപ്പീറ്റ് Y എന്നുള്ള ഇതാണ് യൂസ് ചെയ്യേണ്ടത്. ബാക്ക്ഗ്രൗണ്ട് റിപ്പീറ്റ് Y. നമുക്ക് റിപ്പീറ്റ് ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ എന്ത് കൊടുത്താൽ മതി? നോ റിപ്പീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്താൽ മതി. ബാക്ക്ഗ്രൗണ്ട് റിപ്പീറ്റ് നോ റിപ്പീറ്റ്. അടുത്തത് ബാക്ക്ഗ്രൗണ്ട് പൊസിഷൻ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ടോപ്പിലോട്ടാണോ ബോട്ടത്തിലോട്ടാണോ ഒക്കെ വേണ്ടത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതിന് ബാക്ക്ഗ്രൗണ്ട് പൊസിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ റൈറ്റ് ടോപ്പ് എന്ന് പറയുമ്പോൾ റൈറ്റ് ഭാഗത്ത് ടോപ്പിലായിട്ട്, ഇപ്പൊ ലെഫ്റ്റ് ടോപ്പ് ആകുമ്പോൾ ലെഫ്റ്റ് ഭാഗത്ത് ടോപ്പിലായിട്ടായിരിക്കും ആ ഇമേജ് വരുന്നത്. നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ട് ഇമേജിന്റെ പൊസിഷൻ സെറ്റ് ചെയ്യാനാണ് ബാക്ക്ഗ്രൗണ്ട് പൊസിഷൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയാണ് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിന്റെ കേസിൽ പഠിക്കാനുള്ളത്. എങ്ങനെയാണ് കളർ ആഡ് ചെയ്യേണ്ടതെന്ന് പഠിച്ചു, ടെക്സ്റ്റിന് കളർ കൊടുക്കേണ്ടത് പഠിച്ചു, അതുപോലെ ബാക്ക്ഗ്രൗണ്ടിന് കളർ എങ്ങനെ കൊടുക്കേണ്ടതെന്ന് പഠിച്ചു, അതുപോലെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് എങ്ങനെ കൊണ്ടുവരാം, ഇമേജ് എങ്ങനെ റിപ്പീറ്റ് ചെയ്യാം, ഹൊറിസോണ്ടലി വെർട്ടിക്കലി എങ്ങനെ റിപ്പീറ്റ് ചെയ്യാം എന്നൊക്കെ പഠിച്ചു. സിമ്പിൾ ആണ്, ആ പ്രോപ്പർട്ടീസ് മാത്രം ഓർത്ത് വെക്കുക. താങ്ക് യു.